നമസ്കാരം. ഈ ബ്രാൻഡഡ് കമ്പനികളൊക്കെ നമ്മൾ പറ്റിക്കുകയാണോ? ഇത് ആപ്പിളിൻ്റെ എയർപോഡാണ്. ഇത് ഞാൻ മേടിച്ചിട്ട് 1.5 വർഷം യൂസ് ചെയ്തു. 1.5 വർഷം യൂസ് ചെയ്തപ്പോഴേക്കും അതിന് പ്രശ്നങ്ങളായി, കണക്റ്റ് ആവുന്നില്ല, ഒരു പീസ് വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെ കുറേ ഇഷ്യൂസായി, അത് വർക്ക് ചെയ്യാതായി. അപ്പോൾ അത് ഞാൻ സൈഡിലേക്ക് അത് മാറ്റി വെച്ചു. പിന്നെ ഇത് സാംസങ്ങിൻ്റെ ഇയർബഡാണ്. ഇതും ഇതുവരെ മേടിച്ചിട്ട് 1.5 വർഷം കഴിഞ്ഞപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ചിലത് കണക്റ്റ് ആവില്ല, ചില സമയത്ത് ഒരെണ്ണം വർക്ക് ചെയ്യും, കണക്റ്റ് ആവാൻ ലേറ്റാവും. അങ്ങനെ അതിനും ഭയങ്കര പ്രശ്നങ്ങളായി. അതും ഇതുപോലെ നമ്മളത് സൈഡിലേക്ക് മാറ്റി വെച്ചു. പിന്നെ ഇത് മിവിയുടെ ഇയർബഡാണ്. ഇത് ഞാനിപ്പോൾ 2-2.5 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. കുറച്ച് ബേസ് കുറവാണ്, എന്നാലും കോളിങ്ങിനും വീഡിയോ കോളിനും അത്യാവശ്യം മെസ്സേജ് അയക്കാനൊക്കെ ഇത് ഉപകരിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രശ്നമില്ലാണ്ടത് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ റബ്ബറിൻ്റെ പീസ് ഇടയ്ക്ക് പോയായിരുന്നു. ഈ റബ്ബറിൻ്റെ പീസ് പോയപ്പോൾ നമ്മളത് മാറ്റിയിട്ടു. എന്നാലും അത് വർക്കിംഗ് ആണ്, വലിയ ഇഷ്യൂ ഒന്നും ഇതുവരെ കാണുന്നില്ല. അപ്പോൾ അതിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കുഴപ്പമില്ലാതെ ഉപയോഗിക്കുന്നുണ്ട് അത്. പിന്നെ മറ്റുള്ള ബ്രാൻഡുകളൊക്കെ പറയുകയാണെങ്കിൽ ഒത്തിരി കോസ്റ്റ്ലിയാണ്, ഇതിനേക്കാളൊക്കെ ഭയങ്കര വില കൂടുതലാണ്. എന്നിട്ട് പോലും അതിപ്പോൾ 1.5 വർഷമൊക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും നാശമായി എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ഈ എയർപോഡ് ഇത് വാങ്ങിച്ചത് 599 ദിർഹംസിനാണ് മേടിച്ചത്. അപ്പോൾ അതിൻ്റെ ഇന്ത്യൻ റുപ്പീസ് അന്ന് 18 റുപ്പീസ് ഉണ്ടായിരുന്നു. അത് വെച്ച് കണക്കൂട്ടി നോക്കാം. ഇത് 16,000 ആയിരുന്നു പ്രൈസ്, ഓഫറിൽ 10,000 കിട്ടി. അതും അപ്പോൾ അത്രയും കോസ്റ്റ്ലിയാണ്. ഇത് 1,999, അതായത് 2,000 ആയിരുന്നു. അത് 1,000 കിട്ടി. അതിപ്പോൾ വലിയ കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഓക്കെയാണ്, പ്രശ്നമില്ല.